നമ്മുടെ ജീവിതത്തില് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളോളം മറ്റാരും വരില്ല. ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മള് അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ഇവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ തളർത്താൻ നോക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു കംപ്ലൈന്റ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവായി. നിങ്ങളൊന്ന് തല ഉയർത്താൻ നോക്കുമ്പോൾ തലയ്ക്കിട്ട് ഒരു അടി തരണം എന്നായിരിക്കും അവർക്ക് താല്പര്യം. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത അത്തരം ആളുകളായിരിക്കും ഈ ലോകത്തില് കൂടുതലുള്ളത്. ബാക്കിയുള്ള ഒരു 20 to 10 അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇവരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും നെഗറ്റീവ് ആയിരിക്കുമ്പോൾ, ചുറ്റിലുള്ള എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഇപ്പോഴുള്ളത് എങ്കിൽ പോലും നിങ്ങൾ റെയിൻബോ മാനിഫെസ്റ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അതായത് ഞാൻ എത്രത്തോളം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നാലും അത് നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് മാറ്റും. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. ഓക്കെ, ലൈഫ് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പോകണമെന്നൊന്നുമില്ല. ചില നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളെ വേദനിപ്പിക്കുന്ന, ഡിസപ്പോയിന്റഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. ഫസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ്. അത് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നെഗറ്റീവ് ആയി പോയി എന്ന് വെച്ച് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നതിന് അർത്ഥമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എപ്പോഴാണോ ചൂസ് ചെയ്യുന്നത് അവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മാറാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവായിട്ട് നിങ്ങളെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം, നിങ്ങളുടെ ഇൻലോസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് ആവാം. വൺ ക്യാൻ ബി നിങ്ങൾക്ക് അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇവരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 5 പേരുടെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നമുക്ക്, അല്ലെ? അപ്പോ അതെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകളും അവരുടെ എല്ലാ രീതികളും നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു മാറ്റത്തിനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ഉള്ള പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പോസിറ്റീവ് വൈബ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് പോസിബിൾ ആയിരിക്കത്തില്ല. നമുക്ക് ആ അത്തരത്തിലുള്ള ആളുകളെ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ഒരു 80 to 90% ആളുകളും നെഗറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യാനും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ. അവരിത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുകയും ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ എപ്പോഴും വലിച്ചു താഴെ ഇടണം, നിങ്ങളൊന്ന് തല ഉയർത്താൻ നോക്കുമ്പോൾ തലയ്ക്കിട്ട് ഒരു അടി തരണം എന്നായിരിക്കും അവർക്ക് താല്പര്യം. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത അത്തരം ആളുകളായിരിക്കും ഈ ലോകത്തില് കൂടുതലുള്ളത്. ബാക്കിയുള്ള ഒരു 20 to 10% ആളുകൾ മാത്രമാണ് പോസിറ്റിവിറ്റി എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു പെർസെന്റേജിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഒരിക്കലും മാറരുത്. സോ അത്തരക്കാർ നമ്മുടെ ചുറ്റിലുള്ളപ്പം നമുക്കും ഒരു ഹാപ്പിനെസ്സിന് എപ്പോഴും കുറവുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ ഹാപ്പി ആവുന്നതിനോട് വലിയ താല്പര്യം കാണത്തില്ല. അവർ ഹാപ്പി ആവുന്നതിനോടും അവരുടെ ചുറ്റുപാടിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ ഹാപ്പി ആവുന്നതിനോടും മാത്രമായിരിക്കും അവർക്ക് താല്പര്യം. അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും, നമ്മൾ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മളെ വെൽ വിഷേഴ്സ് ആണ് എന്ന് കരുതുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാര്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും പോയി എക്സാം എഴുതുന്നതിനോട് ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു. സോ ഫസ്റ്റ് ഞാൻ എക്സാമിന് ഇങ്ങനെ പോയപ്പോൾ എന്റെ വെൽവിഷർ എന്ന് ഞാൻ കരുതിയ എന്റെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ടാണ് പോയത് എക്സാം എഴുതാനായിട്ട്. അപ്പൊ എക്സാം എഴുതാൻ പോയി. അപ്പൊ അവിടെ വെച്ച് ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. ആളുടെ കൂടെയും അവരുടെ വീട്ടിലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എക്സാം ഹോളിലേക്ക് പോയി. അപ്പം ഈ ഞങ്ങളുടെ കൂടുതൽ വന്ന 2 പേര് അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഈ ഒരു എക്സാമിന് കഴിഞ്ഞിട്ട് ഞാൻ
പിന്നെ ഒരു ഒരു കാര്യം അറിയണം. അതായത് എന്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോയ ആള് ഇങ്ങനെ തമാശ രൂപേണ, അതായത് ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുവായിരുന്നു. അത് പിന്നെ ഇനിയിപ്പോ ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയിപ്പം എത്ര വർഷം കിടക്കുന്നു, എത്ര വർഷം ഇനി പോകാൻ കിടക്കും, ഞാൻ എന്തായാലും വീട്ടിൽ ബോറടിച്ചിരിക്കില്ല, അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. ഫ്രം ദാറ്റ് മൊമെന്റ് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എക്സാമിന് പോയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വേറെ ആരെയും കൂട്ടി വിളിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ്, എന്റെ ഫ്രണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാള്, എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് നല്ല മീനിങ്ങുകളുണ്ടല്ലോ. സോ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന ഒരാള് ഒരിക്കലും എന്റെ അമ്മയുടെ അടുത്ത് പറയണ്ടായി, ഞാനിങ്ങനെ എക്സാമിന് പഠിക്കുന്നപ്പോ എന്റെ അമ്മയോട് പറയണ്ടായി, ഇത് പഠിക്കണ്ടെന്ന് പറയും, കാരണം ഉടനെ കിട്ടത്തൊന്നുമില്ല, ആൾക്ക് കിട്ടത്തില്ല, കല്യാണം കഴിപ്പിച്ച് വിടൂ. അപ്പം ആള് എന്നോട് ഒരു രീതിയിലും എന്റെ അമ്മയോട് മറ്റൊരു രീതിയിലുമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് നമ്മൾ രക്ഷപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്ന, അവരെക്കാളും ഒരുപടി നമ്മൾ മുകളിലേക്ക് കയറുമോ എന്ന് പേടിക്കുന്ന കുറെ ആൾക്കാരായിരിക്കും. സോ അവരിങ്ങനെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ജീവിതത്തിൽ ഉണ്ടാവണേ എന്ന് കരുതി തന്നെയാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും, അതുപോലെ മറ്റുള്ളവർക്ക് അത് ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റവും മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഇതിനും നെഗറ്റീവ് കമന്റുകൾ വരാറില്ലേ, എന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് എന്തൊക്കെയാണ് കമന്റുകൾ എഴുതി വിടുക. അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക എന്നൊരു വഴി ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മറുപടി പറയുകയോ അല്ലെ. അപ്പം ഞാൻ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റുകൾ കൊണ്ടൊന്നും തളരാനൊന്നും പോകുന്നില്ല കേട്ടോ. സോ അതൊന്നും വിചാരിക്കണ്ട, അങ്ങനെ വിചാരിച്ച് കമന്റ് ഇടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക, അവരുമായിട്ടുള്ള റിലേഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാനസികമായിട്ട് നമുക്കിപ്പം അവരോട് റിവെഞ്ചിന് വേണമെന്നോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ മെന്റലി അവരുമായിട്ടുള്ള ബന്ധം അകലം വെക്കുക. ദെൻ നമ്മള് എന്താ പറയാ, ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഇതിനൊരു റിസൾട്ട് ഇല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. കുറെ പേരൊക്കെ ഒപ്പോസ് ചെയ്യാനുള്ളപ്പോഴാണല്ലോ വിജയത്തിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടാകുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ അടുത്ത കാര്യം ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഈ കുറെ കംപ്ലൈന്റുകൾ എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു ലൈഫിൽ ഒരുപാട് ചാലഞ്ചസും ഒരുപാട് നെഗറ്റിവിറ്റിയും ഒക്കെ ഫേസ് ചെയ്തവരാണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നിടം വരെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവരാ പറച്ചിൽ നിർത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തില് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളോളം മറ്റാരും വരില്ല. ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മള് അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ഇവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ തളർത്താൻ നോക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു കംപ്ലൈന്റ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒഴിവായി പോവും. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓറ എപ്പോഴും ക്ലീൻ ആയി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്സ് വരും. സോ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ ഓറ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക. മറ്റുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, എപ്പോഴും നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ. അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് പേരോട് സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. എനിക്കിത് കഴിയും, നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാന്നൊക്കെ ഉള്ളൊരു കണ്ണാടി നോക്കിയുള്ളൊരു സംസാരം ഉണ്ടല്ലോ. സോ അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. സോ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റും ഉണ്ട്, മെന്റൽ ഡിറ്റാച്ച്മെന്റും ഉണ്ട്. നമ്മൾക്ക് ചില ആളുകളോട്, ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് വെക്കാൻ പറ്റും. അതായത് അവരെ എപ്പോഴും കാണുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും കാണണ്ടെന്ന് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് അധികം കോണ്ടാക്ട് വെക്കാതിരിക്കാൻ പറ്റും, മാക്സിമം അവരുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ടും ഒക്കെ പറ്റും. അതാണ് ഒരു ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറയും. പക്ഷെ ഒരു മെന്റൽ ഡിറ്റാച്ച്മെന്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ, നമ്മളുടെ വളരെ അടുത്ത ആളുകൾ തന്നെ നമ്മളിങ്ങനെ ഡൗൺ ആക്കുകയും നമ്മൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവരുമായിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മെന്റൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നാണ്. നമുക്കൊരു മെന്റൽ ബൗണ്ടറി വേണം. അതായത് നമ്മുടെ ബൗണ്ടറിക്കുള്ളിൽ ആരൊക്കെ വേണം, അതിന് പുറത്ത് ആരെയൊക്കെ നിർത്തണം എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ മെന്റൽ ബൗണ്ടറിക്ക് അകത്ത് നിന്ന് ഇവരെ എടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ പിന്നെ അവർ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുമായിട്ടൊരു ബോണ്ട് സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പഠിക്കുക. ഓക്കെ. ഇനി ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും തന്നെ തിരിച്ചു വരും. എപ്പോഴാണെന്നറിയോ, നമ്മൾ സക്സീഡ് ആയി കഴിയുമ്പോൾ, നമ്മൾ വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിജയിച്ചവരുടെ കൂടെ തന്നെയാണ് ഈ ലോകം അല്ലെ. തോറ്റവരെയൊക്കെ എല്ലാവരും മറന്നുപോകും, വിജയിച്ചവരുടെ കൂടെ എല്ലാവരും വന്ന് നിൽക്കും അവസാനം. ഓക്കെ. പിന്നെ നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അഫർമേഷൻസ് നോക്കാം. നമുക്ക് കുറച്ച് നല്ല റിലേഷൻഷിപ്പുകളും കുറച്ച് മനസ്സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് കൂടി നോക്കാം കേട്ടോ. അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ അഫേം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം എടുത്തിട്ട് സ്വയം അഫേം ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അഫർമേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. My relationships are filled with trust and love. എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും നിറഞ്ഞതാണ്. I choose to focus on the good in my relationship. എൻ്റെ ബന്ധങ്ങളിലെ നന്മകളിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. I am surrounded by people who support me. എൻ്റെ ചുറ്റുപാട് എന്നെ പിന്തുണയ്ക്കുന്ന ആളുകളാൽ സമൃദ്ധമാണ്. I am capable of overcoming any challenge. എല്ലാ വെല്ലുവിളികളെയും പിന്തള്ളാൻ എനിക്ക് കഴിവുണ്ട്. I am in control of my thoughts. എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. My better days are coming. എൻ്റെ നല്ല ദിവസങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. I am in peace. എൻ്റെ ജീവിതം സമാധാനപൂർണമാണ്. I support myself endlessly. ഞാൻ എന്നെ പരിധിയില്ലാതെ പിന്തുണയ്ക്കുന്നു. I love my dreams. I will grab it one day for sure. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ സ്നേഹിക്കുന്നു. അത് ഞാൻ നേടുക തന്നെ ചെയ്യും. My dreams are manifesting in front of my eyes. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ കൺമുന്നിൽ തന്നെ സഫലീകരിക്കപ്പെടുന്നു. സോ ഈ ഒരു 10 അഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ചൂസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ബാഡായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ എത്ര ഇരുട്ടിലും ഒരു വെളിച്ചം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ആകാശം ഇരുളുമൂടി നിൽക്കുന്നത് മഴ പെയ്തു തോരുന്നത് വരെ മാത്രമാണ് അല്ലേ? അത് കഴിഞ്ഞാലോ ആകാശം പഴയ പോലെ തന്നെ ബ്രൈറ്റർ ആയിട്ട് മാറും. സോ യുവർ ബ്രൈറ്റർ ഡേയ്സ് ആർ കമ്മിങ്. ബൈ.